വെങ്കടലക്ഷ്മി എന്നൊരു പാവം പെൺകുട്ടി PG ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. അവളുടെ ഏരിയയിൽ തന്നെയുള്ള കേക്ക് ഷോപ്പ് നടത്തുന്ന സഞ്ജു എന്ന പയ്യനെ വെങ്കടലക്ഷ്മി ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. പക്ഷേ സഞ്ജുവിന് ലക്ഷ്മിയെ ഒട്ടും ഇഷ്ടമേ അല്ല. കാരണം ലക്ഷ്മിയാണെങ്കിലോ പല്ലിലൊക്കെ കമ്പിയിട്ട് കണ്ണാടിയൊക്കെ വെച്ച് ആർക്കും അട്രാക്ഷൻ തോന്നുന്ന ഒരു ലുക്കിലേ അല്ല. അതുകൊണ്ടാണ് സഞ്ജു അവളെ ഒഴിവാക്കുന്നതും. എന്നാൽ സഞ്ജു അമേരിക്കയിൽ നിന്ന് വന്ന മരീചിക എന്ന പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ലക്ഷ്മി എങ്ങനെയെങ്കിലും രണ്ടുപേരെയും തമ്മിൽ അകറ്റി ആ ഒരു ഗ്യാപ്പിലേക്ക് തനിക്ക് കടക്കണം. തനിക്ക് സഞ്ജുവിനെ സ്വന്തമാക്കണമെന്നും അവൾ പ്ലാൻ ചെയ്യുന്നു. എന്തായിരുന്നു ലക്ഷ്മിയുടെ പ്ലാൻ? സഞ്ജുവിനെ അവൾ തട്ടിയെടുത്തോ? പല കാര്യങ്ങളും പിന്നീട് സംഭവിക്കുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം 2026 റിലീസായ അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മരീചിക എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന നായികയെ വെങ്കടലക്ഷ്മിയാണ് കാണിക്കുന്നത്. എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നതെന്നാൽ ലക്ഷ്മിയുടെ കൂട്ടുകാരനായ സഞ്ജുവിനെ കുറച്ചു പേർ ചേർന്ന് തല്ലി. സഞ്ജുവിനടുത്തു നിന്നും ഒരു പെൺകുട്ടിയും ഓടിപ്പോകുന്നുണ്ട്. സഞ്ജുവിനടുത്തേക്ക് എത്തുന്ന ലക്ഷ്മി സഞ്ജുവിനെ ഒരുപാട് തട്ടി വിളിക്കുന്നു. പക്ഷേ അവന് ബോധമില്ല. മരീചിക, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഓടിപ്പോകുന്ന പെൺകുട്ടിയെ നോക്കി ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി കരഞ്ഞുകൊണ്ടിപ്പോൾ അവിടെ നിന്നും ഓടി വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സാർ, എന്റെ സഞ്ജുവിനെ ആ മരീചിക കൊന്നു, എത്രയും വേഗം അവിടേക്ക് വരണം, എന്റെ സഞ്ജുവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ലക്ഷ്മി കരയുന്നത്. അതുപോട്ടെ, ആരാ നീ? ആരായി സഞ്ജു? ആരായി മരീചിക എന്ന് പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ, സാർ, എന്റെ പേര് വെങ്കടലക്ഷ്മി, ഞാൻ ഗവൺമെന്റ് കോളേജിൽ PG ഫൈനൽ ഇയർ പഠിക്കുകയാണെന്ന് പറഞ്ഞ് ലക്ഷ്മി തന്റെ കഥ പറയുവാനായും ആരംഭിച്ചു. ലക്ഷ്മിയുടെ ആ ഒരു ഏരിയയിൽ കേക്ക് ഷോപ്പ് നടത്തുന്ന ആളാണ് ഈ സഞ്ജു. ലക്ഷ്മിക്ക് സഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സഞ്ജുവിന് ലക്ഷ്മിയോട് അങ്ങനെയുള്ള സ്നേഹമോ ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല. കടയിൽ വരുന്നൊരു കസ്റ്റമർ അത്ര തന്നെ. എപ്പോഴും സഞ്ജുവിനെ വളയ്ക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ഒരുപാട് ശ്രമിക്കും. എന്നാൽ അവൻ വീടുന്നതൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലക്ഷ്മി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി സ്റ്റാഫിനോട് നിന്ന് ഇംഗ്ലീഷിൽ ഓരോ വസ്തുക്കൾ ചോദിക്കുന്നതൊക്കെ ലക്ഷ്മി കേൾക്കുന്നുണ്ട്. സ്റ്റാഫിനാണെങ്കിലോ അവൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നതേയില്ല. ലക്ഷ്മിയാണ് അതെന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. അവളുടെ പേരാണ് മരീചിക. അങ്ങനെ ലക്ഷ്മിയും മരീചികയും അവിടെ വെച്ച് പരിചയപ്പെടുന്നു. രണ്ടുപേരും ഫോൺ നമ്പറൊക്കെ കൈമാറുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ലക്ഷ്മിയും മരീചികയും പരസ്പരം ഫോൺ വിളിക്കുകയും മരീചികയുടെ ഫ്ളാറ്റിലേക്ക് ലക്ഷ്മി വരികയും ഒക്കെ ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ മരീചികയുടെ ഏക ഫ്രണ്ട് പോൽ ലക്ഷ്മി മാത്രമാണ്. ഫ്ളാറ്റിലേക്ക് എത്തുന്ന ലക്ഷ്മി മരീചികയുടെ ഫോട്ടോസ് ഒക്കെ നോക്കുന്നു. പല പല രാജ്യങ്ങളിൽ മരീചിക പോയിട്ടുണ്ട്. അസൂയയോട് കൂടിയാണ് ലക്ഷ്മി അതെല്ലാം നോക്കി കാണുന്നത്. അതേസമയമാണ് മരീചികയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി എന്നുള്ള വിവരവും ലക്ഷ്മി അറിയുന്നത്. ഫോട്ടോ എവിടെയുണ്ട്, എന്താ സംഭവിച്ചെന്നൊക്കെ മരീചികയോട് ചോദിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആയിരുന്നു, താൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും മരീചിക പറയും. ഇപ്പോൾ മരീചിക നാട്ടിലേക്ക് വന്നിരിക്കുന്നത് മരീചികയുടെ അച്ഛന് ഒരുപാട് വസ്തുക്കളുണ്ട്, അതൊക്കെ വിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല നാട്ടിലിനി അവൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയിൽ തന്നെ അവൾ നിൽക്കുവാനായും തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് വസ്തു വിൽക്കുവാനായി വന്നിരിക്കുന്നത്. ഫ്ളാറ്റ് വിൽക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും ലീവിനൊക്കെ വരുമ്പോൾ ഇതേ ഫ്ളാറ്റിൽ നിൽക്കുന്നതാണെന്നും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയും വാങ്ങിയിട്ടതാണെന്നുമുള്ള ഓർമ്മ മരീചികയ്ക്ക് വരുന്നു. അങ്ങനെ ഒരു ഫ്ളാറ്റ് വിൽക്കണ്ട എന്നും മരീചിക തീരുമാനിക്കുന്നു. പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രോക്കറുമായി ഡീല് ചെയ്യുകയാണ്. ഒരു ഡോക്ടറാണ് മരീചികയുടെ വസ്തു വാങ്ങുവാനായിട്ടും റെഡിയായി നിൽക്കുന്നത്. ഉടനെ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണമെന്നും താൻ വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ബ്രോക്കർ അവിടെ നിന്ന് പോകുന്നത്. അതേസമയം രണ്ടാളും ഒരു കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കേക്കിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് കേക്കാ? നല്ല കേക്ക് കഴിക്കണമെങ്കിൽ സഞ്ജുവിന്റെ ബേക്കറിയിൽ പോകണമെന്ന് പറഞ്ഞ് ലക്ഷ്മി മരീചികയും കൂട്ടി സഞ്ജുവിന്റെ ഷോപ്പിലേക്ക് എത്തുന്നു. ആദ്യമായിട്ട് മരീചികയെ കാണുന്ന സഞ്ജുവിന് മരീചികയുടെ ഒരു ക്രഷ് ഒക്കെ തോന്നുകയാണ്. കേക്ക് കഴിക്കുന്ന മരീചികയ്ക്ക് കേക്ക് ഒരുപാട് ഇഷ്ടമാകും. എന്നാൽ അവൾക്കടുത്തേക്ക് എത്തുന്ന സഞ്ജു, കേക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം, അഡ്രസ്സൊക്കെ തരുവാനായിട്ടും ആവശ്യപ്പെടുന്നു. അങ്ങനെ മരീചിക അഡ്രസ്സ് കൊടുക്കുകയാണ്. അതെന്താ, ഇവിടെ ഹോം ഡെലിവറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ആണെന്ന് സഞ്ജു പറയുന്നു. അതെന്താ അങ്ങനെയെന്ന് ദേഷ്യത്തോടു കൂടി ലക്ഷ്മി ചോദിക്കുമ്പോൾ, നിന്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ടാണെന്നാണ് സഞ്ജു ഉരുണ്ട് കളിക്കുന്നതും. ലക്ഷ്മി അതത്ര കാര്യമാക്കിയതേയില്ല. മരീചികയുടെയും ലക്ഷ്മിയുടെയും ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകെ ഒരു ദിവസം മരീചികയുടെ ഫ്ളാറ്റിലേക്ക് കേക്കുമായി സഞ്ജു എത്തുന്നു. മരീചിക അതൊട്ടും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല.
കാശ് കൊടുത്ത് സഞ്ജുവിനെ പറഞ്ഞുവിടുവാനായി നോക്കുമ്പോഴോ സഞ്ജു പോകുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. വേറെന്താ വേറെന്താന്ന് ചോദിച്ചു നിൽക്കുകയാണ്. അകത്തേക്ക് അവനെ കോഫി കുടിക്കാൻ വിളിക്കണം, അത് തന്നെയാണ് അവന്റെ ആഗ്രഹം. പക്ഷേ അത് മരീചിക ചെയ്തില്ല. അവനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മരീചികയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അവൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൾക്ക് ആ കേക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു. അപ്പോഴാണ് ലക്ഷ്മിയുടെ കോള് വരുന്നത്. താൻ കേക്ക് കഴിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്താ സഞ്ജുവിന്റെ ഷോപ്പിൽ പോയി കേക്ക് വാങ്ങിയെന്ന് ചോദിക്കുന്നു. ഏയ് ഇല്ല, ഹോം ഡെലിവറി ചെയ്തതാണെന്നും മരീചിക പറയും. ആരാ കൊണ്ടുവന്നതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ സഞ്ജു തന്നെയാണെന്ന് മരീചിക പറയുന്നു. അത് കേട്ടതും ലക്ഷ്മി ഷോക്കായി പോവുകയാണ്. ഉടനെ തന്നെ ലക്ഷ്മി സഞ്ജുവിന്റെ കടയിലേക്ക് എത്തും. എനിക്കിനി എന്നും പഠിക്കാനായിട്ടുണ്ട്, എക്സാം ഒക്കെ തുടങ്ങാൻ പോവുക. പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ദിവസവും ബ്രെഡ് വാങ്ങുവാനായിട്ട് എനിക്ക് വരാൻ കഴിയില്ല. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരണമെന്നായിരുന്നു ലക്ഷ്മി പറയുന്നത്. അത് കേൾക്കുന്ന സഞ്ജു അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട്, ഡേയ്, ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഇനി ഒരു 7 ദിവസത്തേക്ക് നീ ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ലക്ഷ്മിക്ക് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സഞ്ജുവിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മരീചികയെ വളയ്ക്കുക, അതായിരുന്നു. മരീചിക എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ സഞ്ജു പോകും. മരീചിക ഒരു ആർട്ട് ഗാലറിയിൽ പോയപ്പോൾ അവിടെയും സഞ്ജു എത്തുകയാണ്. സഞ്ജുവാണ് മരീചികയെ തിരിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നതും. എന്നാൽ അവിടെ മരീചികയെ കാത്ത് ലക്ഷ്മിയും ഉണ്ടായിരുന്നു. സഞ്ജു മരീചികയെ കൊണ്ടുവന്ന് വിടുന്നത് കാണുന്ന ലക്ഷ്മിക്ക് ആകെ സങ്കടമാകും. ലക്ഷ്മിയുടെ മുഖം അപ്പോഴും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. മരീചിക വന്ന് ഫ്ളാറ്റ് തുറന്ന് അകത്ത് കയറുമ്പോഴും ലക്ഷ്മിക്ക് സന്തോഷമൊന്നുമില്ല. എവിടെ വെച്ചാ സഞ്ജുവിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിന്ന് ആർട്ട് ഗാലറിയിൽ നിന്നപ്പോൾ അവിടേക്ക് സഞ്ജുവും വന്നു, അവനൊരു ഫണ്ണി ഗൈയാണെന്ന് പറഞ്ഞാണ് മരീചിക ചിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മിക്ക് ആകെ സങ്കടവും ദേഷ്യവും. അടുത്ത ദിവസം മരീചികയുടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. അവിടേക്ക് ബ്രോക്കറും എത്തുന്നുണ്ട്. എന്നാൽ ബ്രോക്കറാണെങ്കിൽ മരീചിക കാശ് കൊടുത്തിട്ടും 25,000 രൂപ എക്സ്ട്രാ ചോദിക്കുന്നു. അവളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതേ സമയമായിരുന്നു അവിടേക്ക് സഞ്ജുവും എത്തുന്നത്. സഞ്ജുവിനെ കാണുന്ന ബ്രോക്കറാണെങ്കിലോ, ഹായ് സഞ്ജു, അച്ഛൻ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സഞ്ജുവിനോട് പരിചയം കാണിക്കുന്നു. എന്താ സംഭവമെന്ന് സഞ്ജു ചോദിക്കും. മരീചികയുടെ പ്രോപ്പർട്ടി വിൽക്കുന്നതിന്റെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ, എങ്കിൽ പോയി റെഡിയാക്കിയിട്ട് വരുവാനായിട്ടും ബ്രോക്കറിനോട് സഞ്ജു പറയുന്നു. മരീചിക പറയുന്നുണ്ട്, ഇയാൾ എന്നെ പറ്റിക്കാൻ നോക്കി, 25,000 രൂപ എന്റെ കയ്യിൽ നിന്നും ആവശ്യപ്പെട്ടു, നീ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടതെന്നും മരീചിക പറയും. അത് അവരുടെ തൊഴിലല്ലേ എന്ന് സഞ്ജു മറുപടി കൊടുക്കുന്നു. മാത്രവുമല്ല, സഞ്ജു അങ്ങനെയൊക്കെ അയാളെ പറഞ്ഞു വിട്ടതുകൊണ്ട് മരീചിക ചെറുതായിട്ടൊന്ന് ഇംപ്രസ് ആവുകയാണ്. മരീചിക ഒന്ന് ഡ്രസ്സ് തയ്ക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബൊട്ടീക്കിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെയും വരും സഞ്ജു. ഇത് പറഞ്ഞ് മരീചിക ലക്ഷ്മിയുടെ അടുത്തിരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലക്ഷ്മിക്കാണെങ്കിലോ ആകെ സങ്കടം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ബേക്കറിയിലേക്ക് എത്തുന്ന മരീചികയെ സൈറ്റ് അടിക്കുകയാണ് സഞ്ജു. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും മരീചികയുടെ ഫ്ളാറ്റിലേക്കൊക്കെ സഞ്ജു വരികയും ചെയ്യുന്നുണ്ട്, ലക്ഷ്മിയെ പോലെ. അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ ദിവസം സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നല്ല രീതിക്ക് ഒരുങ്ങി റെഡിയായി സഞ്ജുവിനെ കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലക്ഷ്മി. അതേസമയം സഞ്ജുവും മരീചികയും ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു. അവിടെ വെച്ച് സഞ്ജു മരീചികയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കാണുന്ന ലക്ഷ്മി ആകെ തകർന്നു പോകുന്നു. അന്നേ ദിവസം മരീചിക ക്ഷണിച്ചത് കൊണ്ട് തന്നെ സഞ്ജു അവളുടെ ഫ്ളാറ്റിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മരീചിക സഞ്ജുവിനെ ഇഷ്ടമാണെന്നും തിരിച്ചു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയ ദിവസങ്ങളായിരുന്നു. പ്രണയം വലിയ വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇതൊന്നും കാണുന്ന ലക്ഷ്മിക്ക് ഒരുപാട് സങ്കടമാവുക. പക്ഷേ അവൾ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കാനൊന്നും ചെല്ലുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബേക്കറിയിൽ സഞ്ജുവും മരീചികയും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും മറ്റുള്ളവർക്കൊന്നും കടക്കാൻ കഴിയാത്ത സ്ഥലത്തിരുന്നാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇത് സഞ്ജുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കാണുന്നു. സഞ്ജുവിന് നല്ല അടിപൊളി പെൺകുട്ടിയെ കിട്ടിയത് കൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ചെറിയ അസൂയുണ്ട്. എടാ സഞ്ജു, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നീ എന്താ അതൊന്നും മൈൻഡ് ചെയ്യാത്തെന്നൊരു കൂട്ടുകാരൻ വന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ ആളുണ്ടല്ലോ എന്നും സഞ്ജു മറുപടി പറയുന്നു. എന്നാൽ ആ കൂട്ടുകാരനൊപ്പം ഇരുന്ന മറ്റുള്ള പിള്ളേർ എഴുന്നേറ്റ് വന്നിട്ട്, നീ ടേസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടി തന്നൂടെ എന്ന് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. അത് കേൾക്കുന്ന സഞ്ജുവിന് ദേഷ്യം വരികയും അവരുമായിട്ട് അടിയുണ്ടാവുകയും ചെയ്യുന്നു. മരീചികയാണ് അവരെ ആ ഒരു വഴക്കിൽ നിന്നും പിന്തിരിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. സഞ്ജുവുമായിട്ട് അടുപ്പത്തിലായതിൽ പിന്നെ മരീചിക ലക്ഷ്മിയുമായിട്ട് അധികം കണക്ഷൻ ഒന്നുമില്ല. മരീചികയെ കാണാത്തത് കൊണ്ട് തന്നെ എപ്പോഴും സഞ്ജുവും മരീചികയും വരുന്ന കോഫി ഷോപ്പിലേക്ക് എത്തുകയാണ് ലക്ഷ്മി. അവിടേക്ക് സഞ്ജുവും എത്തുന്നുണ്ട്. എന്താ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് സഞ്ജു ചോദിക്കുമ്പോൾ, ഞാൻ മരീചികയെ കണ്ടിട്ട് കുറേ നാളായി, അതാ നിങ്ങൾ വരുന്ന കോഫി ഷോപ്പിലേക്ക് ഞാനും വന്നതെന്ന് ലക്ഷ്മി പറയുന്നു. എന്നാൽ അതേസമയം അകത്തു നിന്നും ഒരുപാട് ചിരിയൊക്കെ കേൾക്കുന്നു. അത് മരീചികയുടെ ശബ്ദമായിരുന്നു.
പോയി നോക്കുന്ന സമയത്ത് സഞ്ജു കാണുന്ന കാഴ്ച, സഞ്ജുവുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ സഞ്ജുവിന്റെ കൂട്ടുകാരിലെ അവന്മാർക്കൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മരീചികയെ. മാത്രവുമല്ല അവരുടെ കയ്യിലൊക്കെ പിടിച്ചാണ് അവൾ സംസാരിക്കുന്നതും അവന്മാർക്ക് കാശൊക്കെ കൊടുക്കുന്നു. എന്നെ നിങ്ങൾ സഹായിക്കണമെന്നൊക്കെയാണ് മരീചിക പറയുന്നതും. അത് കണ്ടുകൊണ്ട് വരുന്ന സഞ്ജു മരീചിക അവിടെ നിന്നും എഴുന്നേൽപ്പിക്കും. നീ എന്തിനാ ഇവന്മാരുമായിട്ടിരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സുമല്ലേ, ഇവരൊക്കെ പാവങ്ങളാ, അവർക്ക് കുറച്ച് അത്യാവശ്യമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഞാൻ അവരോട് എനിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് മരീചിക പറയുമ്പോൾ, അതിനാണോ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിരുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. മരീചിക അവനോട് ചൂടാവുകയും അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും മരീചികയും സഞ്ജുവും പരസ്പരം സംസാരിച്ചിട്ടേയില്ല. രണ്ടാളും ബ്രേക്കപ്പായി എന്ന് തന്നെ പറയാം. എന്നാൽ ഇതിനിടയിൽ ലക്ഷ്മി രണ്ടുപേരെയും മിണ്ടിപ്പിക്കുവാനായിട്ട് രണ്ടുപേരോടും പോയി സംസാരിക്കുന്നു. അവൻ കുറച്ച് പൊസസീവാണ്, നീ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേരേ എന്ന് മരീചികയോടും, അവൾ അങ്ങനെയൊരു സ്വഭാവമാ, അമേരിക്കയിലേക്ക് വളർന്നതല്ലേ, നീ അതൊന്ന് ക്ഷമിക്കുവാനായിട്ട് സഞ്ജുവിനോടും പറയുന്നു. അവസാനം കഷ്ടപ്പെട്ട് ലക്ഷ്മി രണ്ടുപേരെയും മിണ്ടിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവരുടെ പ്രണയം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം മരീചികയും സഞ്ജുവും ലക്ഷ്മിയും കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയം, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് മരീചിക ചോദിക്കുന്നു. സഞ്ജുവും അതിനെ സമ്മതിക്കുകയാണ്. സഞ്ജുവിന്റെ വീട്ടുകാർ ഈ ഒരു വിവാഹത്തിന് എതിരായിരിക്കുമെന്നുള്ളത് സഞ്ജുവിന് നന്നായിട്ട് അറിയാം. കാരണം സഞ്ജുവിന്റെ അച്ഛൻ ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അടുത്ത ദിവസം സഞ്ജുവിന്റെ കൂട്ടുകാരുടെയും ലക്ഷ്മിയുടെയും സാന്നിധ്യത്തിൽ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മരീചികയെ കാണുവാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റിലേക്ക് എത്തുകയാണ് ലക്ഷ്മി. പക്ഷെ അവിടെ മരീചികയില്ലായിരുന്നു. വാച്ച്മാനോട് മരീചിക എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ നൈറ്റ് തന്നെ അവരിവിടെ നിന്ന് പോയി, ദേ ഈ ഒരു ചാവി ഓണറിനെ ഏൽപ്പിക്കുവാനായി പറഞ്ഞ് എന്റെ കയ്യിൽ തന്നതാണെന്നും വാച്ച്മാൻ പറയുന്നു. ഓണറിനെ ഏൽപ്പിക്കുവാനായിട്ടോ? ഇതപ്പോൾ മരീചികയുടെ ഫ്ളാറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇത് റെഡ്ഡി സാറിന്റെ ഫ്ളാറ്റാണ്, ഇവിടെ റെന്റിന് താമസിക്കുവാനായി എത്തിയതാണ് മരീചിക എന്നും അയാൾ പറയുന്നു. അത് കേട്ടതും ലക്ഷ്മി ആകെ ഷോക്കായി പോവുകയാണ്. കാരണം മരീചിക പറഞ്ഞിരുന്നത് ഇത് അവളുടെ അച്ഛന്റെ ഫ്ളാറ്റ് ആണെന്നല്ലേ. അകത്തേക്ക് കയറി അവിടെ മാക്കി നോക്കുന്നു. മാത്രവുമല്ല ഫ്ളാറ്റിനകത്ത് കയറുന്ന സമയത്ത് ആ ഒരു ബ്രോക്കറിന്റെ നമ്പരും ലക്ഷ്മിക്ക് കിട്ടുന്നു. ബ്രോക്കറിനെ വിളിച്ചിട്ട് മരീചിക വസ്തു വിൽക്കുവാനായിട്ട് വന്നതല്ലേ എന്നൊക്കെ അന്വേഷിക്കുവാനായി വിളിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നത്, ഹലോ മാഡം, ഇനി എത്ര കള്ളം പറയണം, 3000 രൂപ തന്നാ മതി, വസ്തു വിൽക്കാനോ ഫ്ളാറ്റ് വിൽക്കാനോ ഏത് കള്ളം വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നാണ് ബ്രോക്കർ പറയുന്നത്. ഈ മരീചിക അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചത് ഫ്ളാറ്റ് ഓണറായിട്ടുള്ള റെഡ്ഡിയുടെ മകനും മരുമകളും അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി, അവരുടെ ഫോട്ടോയായിരുന്നു. മരീചിക ഇതുവരെയും പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സഞ്ജുവിനെ കോള് ചെയ്യുന്നു. സഞ്ജുവും മരീചികയും ഇപ്പോൾ ഉള്ളത് സഞ്ജുവിന്റെ ഫാം ഹൗസിലാണ്. നൈറ്റ് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നെന്നും സഞ്ജു പറയും. മരീചികയെക്കുറിച്ച് ലക്ഷ്മി അറിഞ്ഞ കാര്യങ്ങളെല്ലാം സഞ്ജുവിനോട് അവൾ തുറന്നു പറയുന്നു. അത് കേൾക്കുന്നതും സഞ്ജു ഷോക്കായി പോവുകയാണ്. മരീചിക അമേരിക്കയിലെ പെൺകുട്ടിയാണെന്നായിരുന്നല്ലോ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായപ്പോൾ സഞ്ജുവിന് ആകെ ടെൻഷനാകുന്നു. സഞ്ജുവിന്റെ അടുത്തേക്ക് വരുന്ന മരീചിക, എന്താ, എന്ത് പറ്റി, ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. ഏയ് ഇതൊന്നുമില്ല, അല്ലാതെ വന്ന കോളാണെന്ന് അവൾ കള്ളം പറയുകയാണ്. സഞ്ജുവിന്റെ മുഖത്തെ ടെൻഷനൊക്കെ കാണുന്ന മരീചികയ്ക്ക് ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും. സഞ്ജു കുളിക്കുവാനായി പോയ സമയം സഞ്ജുവിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് മരീചിക. അതിൽ നിന്നും വിളിച്ചത് ലക്ഷ്മിയാണെന്നുള്ള കാര്യം മരീചികയ്ക്ക് മനസ്സിലായി. കുളിച്ചിട്ട് വരുന്ന സഞ്ജുവിനോട്, നമുക്ക് ഹണിമൂണിന് സിംഗപ്പൂർ പോകാം, ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും മരീചിക പറയുന്നു. നമ്മളതിന് അടുത്ത ആഴ്ച പോകുന്നെന്നല്ലേ തീരുമാനിച്ചത്, പെട്ടെന്നെന്താ ആ ഒരു പ്ലാൻ മാറിയതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും അടുത്ത ആഴ്ച വരെ ഇനി കാത്തിരിക്കണ്ട, നമുക്കിപ്പോൾ തന്നെ ഹണിമൂണിന് പോകാം എന്നതായിരുന്നു മരീചികയുടെ മറുപടി. അതനുസരിച്ച് രണ്ടാളും സിംഗപ്പൂരേക്ക് പോകുവാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് അവരുടെ കാറിനെ ഫോളോ ചെയ്ത് അവന്റെ കൂട്ടുകാരായ 4 പയ്യന്മാർ വരുന്നു. എന്നിട്ട് വണ്ടിയെ തടഞ്ഞു നിർത്തുകയാണ്. 4 പേരും കാറിന് മുന്നിലായിട്ട് ഇറങ്ങി നിൽക്കും. എന്താടാ പ്രശ്നം, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് സഞ്ജു ചോദിക്കുമ്പോൾ, അന്നേ ഇവളെ ഞങ്ങൾക്കൊരു നോട്ടമുണ്ടായിരുന്നു, നിന്നോട് പറഞ്ഞില്ലേ ഇവളെ ഞങ്ങൾക്ക് കൂടി തരാനായിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും അവന്മാർ പറയും. അത് കേൾക്കുന്നതും മരീചികയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എന്താടാ നിനക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേയും എടുത്ത് അവന്മാർക്കടുത്തേക്ക് പോകുന്നു. അവിടെ എത്തുന്ന സമയത്ത് മരീചിക ടോട്ടലായിട്ട് ചേഞ്ച് ആവുകയാണ്. സഞ്ജുവിനെ നോക്കിയ മരീചിക പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്താ കരുതിയത്, നിന്നോട് എനിക്ക് പ്രണയമാണെന്നോ? അല്ല,
നിന്റെ പേരിൽ 80 കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തൊക്കെ എനിക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് മാത്രമാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ട് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെല്ലാം എനിക്ക് അനുഭവിക്കാമല്ലോ. അതാ എന്റെ പ്ലാൻ. ദേ, നീ ഈ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരുവാനായിട്ടും അവൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് സഞ്ജു കേൾക്കുന്നില്ല. സഞ്ജു അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ 4 കൂട്ടുകാരും ചേർന്ന് സഞ്ജുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം മരീചികയുമുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്മി മാറി നിന്ന് കാണുകയാ. കാരണം ലക്ഷ്മിക്ക് മരീചികയെ നല്ല സംശയമുള്ളത് കൊണ്ട് തന്നെ ഇവർ പോകുന്ന സമയത്തെല്ലാം അവരെ ഫോളോ ചെയ്ത് ലക്ഷ്മിയും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ ഒരു പെപ്പർ സ്പ്രേ മരീചിക സഞ്ജുവിന്റെ മുഖത്തടിക്കുകയും കൂടെയുണ്ടായിരുന്ന സഞ്ജുവിന്റെ കൂട്ടുകാർ അവിടെയുണ്ടായിരുന്ന ഒരു കമ്പെടുത്ത് സഞ്ജുവിന്റെ തലയ്ക്കടിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ലക്ഷ്മി അടുത്തേക്ക് വന്നതും മരീചികയും കൂട്ടുകാരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മി ഒരുപാട് തവണ സഞ്ജുവിനെ തട്ടി വിളിക്കും. പക്ഷേ സഞ്ജു ഉണരുന്നുണ്ടായിരുന്നില്ല. അവൻ മരണപ്പെട്ടു പോയി. അതോടുകൂടി ലക്ഷ്മി ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെയാണ് ലക്ഷ്മി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതും മരീചികയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അവളെ അറസ്റ്റ് ചെയ്യണമെന്നും ലക്ഷ്മി പറഞ്ഞ് കരയുകയാണ്. ഇത്തരമൊരു സ്ത്രീ ഈ ലോകത്തിങ്ങനെ ജീവിക്കുന്നല്ലോ, അവളെ ഇനിയും അവിടെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. എത്രയും വേഗം അവളെ പിടികൂടണമെന്നും പോലീസുകാർ തീരുമാനിക്കുന്നു. മാത്രവുമല്ല, ലക്ഷ്മി പറയുന്നതെല്ലാം സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെ കുറിച്ച് പോലീസുകാർ വിട്ട് അന്വേഷിപ്പിക്കുന്നു. അപ്പോൾ ബേക്കറി കട നടത്തുന്ന സഞ്ജുവിനെ സ്റ്റേഷനിലേക്ക് അതേസമയം കൂട്ടിക്കൊണ്ടുവരുന്നു. അത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോവുകയാണ്. നീയാണോ കേക്ക് ഷോപ്പ് നടത്തുന്ന സഞ്ജു? അതെ, ഞാൻ തന്നെയാ. അല്ല, നീ മരണപ്പെട്ടു പോയില്ലേ? ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമോ എന്നതായിരുന്നു സഞ്ജുവിന്റെ മറുപടി. പോലീസുകാർക്കൊന്നും മനസ്സിലാകുന്നില്ല. സഞ്ജുവിന്റെ ഫ്രണ്ട്സും സഞ്ജുവിന്റെ കൂടെ തന്നെയുണ്ട്. ഇവരാണല്ലോ നിന്നെ കൊന്നതെന്നാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അതെല്ലാം അവൾ വെറുതെ പറയുന്നതാണെന്നാണ് സഞ്ജുവിന്റെ മറുപടിയും. അല്ല, അമേരിക്കയിൽ നിന്ന് വന്ന മരീചിക എന്നൊരു പെൺകുട്ടിയുമായിട്ട് നീ പ്രണയത്തിലല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മരീചികയോ? അതാരാ? എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലും അറിയില്ല എന്നാണ് സഞ്ജുവിന്റെ മറുപടി. ലക്ഷ്മി പറയുന്നതെല്ലാം കള്ളമാണെന്നും സഞ്ജു പറയുന്നു. പക്ഷേ ലക്ഷ്മി തെളിവ് സഹിതമാണ് ഓരോ കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ലേഡി കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ട്, സാറേ, ദേ ആ പെൺകുട്ടി വെറുതെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറയും. ചെന്ന് നോക്കുമ്പോഴോ ഒരു മൂലയിൽ മാറിയിരുന്ന് എന്തൊക്കെയോ ഒറ്റയ്ക്ക് പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ലക്ഷ്മി. ലക്ഷ്മിക്ക് മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സൈക്കാട്രിക് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡോക്ടറാണെങ്കിലോ ലക്ഷ്മിയെ വിശദമായി പരിശോധിക്കും. അതിൽ നിന്നും ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവളുടെ വീട്ടുകാരോടും പോലീസ് ഉദ്യോഗസ്ഥനോടും സഞ്ജുവിനോടും ഒക്കെ തുറന്നു പറയുകയാണ്. ലക്ഷ്മി കുറെ നാളുകൾക്ക് മുൻപ് സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ സഞ്ജു അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. ലക്ഷ്മിയെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് എന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി. അതിൽ ലക്ഷ്മിയുടെ മനസ്സ് തകർന്നു പോവുകയാണ്. അന്നു മുതൽ ലക്ഷ്മി താനൊരു മോഡേൺ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ സഞ്ജു തന്നെ പ്രണയിക്കുമായിരുന്നു എന്ന് ചിന്തിച്ച് മരീചിക എന്നൊരു കഥാപാത്രത്തിനെ തന്റെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് സഞ്ജുവിനെ പ്രണയിക്കുന്നത് പോലെയൊക്കെ അങ്ങനെ അങ്ങ് ചിന്തിച്ച് ജീവിച്ചു. ഇതെല്ലാം അവളുടെ മനസ്സിൽ തോന്നിയ ഒരു കഥയാണെന്നുള്ള കാര്യം ഡോക്ടർ അവതരിപ്പിക്കുന്നു. അപ്പോഴാണ് ലക്ഷ്മി തന്നെ ഒരുപാട് പ്രണയിക്കുന്നു എന്നുള്ള കാര്യം സഞ്ജുവിന് മനസ്സിലായത്. സഞ്ജു അവളെ റിജക്ട് ചെയ്തത് കൊണ്ടാണല്ലോ അവളുടെ മാനസിക നില തെറ്റിയതും. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് ചെറിയൊരു പ്രണയമൊക്കെ സഞ്ജുവിന് തോന്നുന്നു. ഞാൻ കുട്ടിക്കാലം മുതലേ അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടത്. അവളോട് എനിക്ക് പ്രണയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ റിജക്റ്റ് ചെയ്തതുകൊണ്ട് എന്നെ പ്രണയിച്ചൊരു പെൺകുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊപ്പം ഞാൻ നിൽക്കണം. ഞാൻ അവളെ നോക്കിക്കോളാം. എനിക്കവളെ വിവാഹം കഴിക്കുവാനായിട്ടും താല്പര്യമാണെന്നും സഞ്ജു പറയുന്നു. അത് കേൾക്കുന്നതും ലക്ഷ്മിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാ. ഇനി മുതൽ ഈ ഒരു പെൺകുട്ടിയെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് സഞ്ജുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് സഞ്ജു ആയിരുന്നു. അവളുടെ കൂടെ നിന്ന് അവളെ നന്നായിട്ട് കെയർ ചെയ്തു. പതിയെ പതിയെ ലക്ഷ്മി ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെ ലക്ഷ്മിയോട് സഞ്ജു പറയുന്നുണ്ട്, മരീചിക എന്നൊരു കഥാപാത്രമേ നമ്മുടെ ജീവിതത്തിലില്ല. അത് നിന്റെ തോന്നൽ മാത്രമാണ്. അത് നീ അക്സെപ്റ്റ് ചെയ്യണമെന്നും സഞ്ജു ലക്ഷ്മിയോട് പറയുന്നു. അതനുസരിച്ച് ലക്ഷ്മി പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതുതായിട്ടൊരു ജീവിതം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ജീവിതത്തിലേക്ക് തിരികെ വന്നതോടുകൂടി സഞ്ജു ലക്ഷ്മിയും കൊണ്ട് നേരെ ഒരു ദന്ത ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. അവളുടെ പല്ലിൽ കമ്പിയിട്ടിരിക്കുകയാണല്ലോ. കമ്പി എല്ലാം മാറ്റി പല്ലൊക്കെ നല്ല അടിപൊളിയാക്കുകയാണ്. എന്നിട്ട് അവൾ കണ്ണാടി വെച്ചിരുന്നത് മാറ്റിയിട്ട് കണ്ണിൽ ലെൻസും വെപ്പിക്കുന്നു. അതിനുശേഷം അവളെ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് മോഡേൺ ആക്കി മാറ്റുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ലക്ഷ്മിയുടെ ലുക്കേ മാറി. ഒരു മോഡേൺ ഗേളായി മാറി.
നല്ല സുന്ദരിയായി. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിച്ചു. ഒരു ദിവസം സഞ്ജുവും ലക്ഷ്മിയും കൂടി രാത്രി കാറിൽ വരികയായിരുന്നു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടാ വരുന്നത്. മാത്രമല്ല ലക്ഷ്മിയാണെങ്കിലോ ഈ മരീചിക സംസാരിക്കും പോലെ നല്ല രീതിക്ക് ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. പകുതി വഴിയിൽ വെച്ച് സഞ്ജുവിനൊന്ന് മുള്ളാൻ തോന്നി. അവൻ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്ന സമയം. അതേസമയം ലക്ഷ്മി സഞ്ജുവിനടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്തോട്ട് വന്നോട്ടേടാ എന്നൊക്കെ ഒരു നോട്ടിയായിട്ട് ചോദിക്കുന്ന സമയത്ത് നീ ആ മരീചികയെ പോലെ സംസാരിക്കരുതേ എന്ന് സഞ്ജു മറുപടി പറയുന്നു. അത് കേട്ടതും ലക്ഷ്മി ഷോക്കായി പോവുകയാണ്. അവളുടെ സ്വഭാവമേ അങ്ങ് മാറി. നമ്മുടെ കല്യാണമാകാറായ സമയത്ത് നീ എന്തിനാ മരീചികയെ കുറിച്ച് ഓർമ്മിപ്പിച്ചതെന്ന് പറഞ്ഞ് ലക്ഷ്മി ടെൻഷനാകുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ മരീചിക എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ അമേരിക്കയിൽ നിന്ന് വന്നതും സത്യമാണ്. അവൾ കുറെ നാൾ ആ നാട്ടിൽ ജീവിച്ചതും സഞ്ജുവിനെ പ്രണയിച്ചതും എല്ലാം തന്നെ സത്യമാണ്. എന്നാൽ ലക്ഷ്മി പറഞ്ഞ കഥകൾ മാത്രമാണ് കള്ളം. അവൾ പറഞ്ഞ കഥയിൽ വില്ലത്തെ മരീചികയാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു കഥയിലെ വില്ലൻ സഞ്ജു തന്നെയാണ്. ബ്രോക്കർ വഴി മരീചികയെ നാട്ടിലേക്ക് വന്നത് അവളുടെ അച്ഛന്റെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതൊക്കെ വിൽക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം സഞ്ജു അറിഞ്ഞിരുന്നു. അതോടെ മരീചികയുടെ സ്വത്ത് തട്ടിയെടുക്കണമെന്നും സഞ്ജു കരുതും. അങ്ങനെയാണ് മരീചികയെ എങ്ങനെങ്കിലും വളയ്ക്കണമെന്നും സഞ്ജു തീരുമാനിക്കുന്നത്. കേക്ക് ഷോപ്പിൽ വന്ന മരീചികയെ പരിചയപ്പെടുകയും മരീചികയ്ക്ക് കേക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ അവളുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ഒരു വാലന്റൈൻസ് ഡേ ദിവസം അവളെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ അതേ ദിവസം സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് ലക്ഷ്മിയും എത്തിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോഴോ ലക്ഷ്മിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മരീചികയുമായിട്ട് സഞ്ജു അഫെയറിലാണെന്നുള്ള കാര്യവും ലക്ഷ്മി അറിയുന്നതും. അതോടുകൂടി ലക്ഷ്മി ആകെ തകർന്നു പോകുന്നു. എന്നെങ്കിലും സഞ്ജുവും മരീചികയും ബ്രേക്കപ്പ് ആകുന്ന സമയം അവരുടെ ഇടയിലേക്ക് കടന്നതിന് ശേഷം സഞ്ജുവിനെ പ്രണയിക്കാമെന്നതാണ് ലക്ഷ്മിയുടെ പ്ലാൻ. അങ്ങനെ മരീചികയും സഞ്ജുവും പ്രണയിക്കുവാനായും ആരംഭിക്കുന്നു. കേക്ക് ഷോപ്പിൽ വെച്ച് സഞ്ജുവിന്റെ കൂട്ടുകാരുമായിട്ട് മുൻപ് ചെറിയൊരു പ്രശ്നമുണ്ടായില്ലേ. അത് യഥാർത്ഥത്തിൽ സഞ്ജുവിന്റെ കൂട്ടുകാർ മരീചികയോട് മോശമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന സഞ്ജു ആണെങ്കിലോ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. മരീചികയ്ക്കാണ് ദേഷ്യം വന്നത്. സഞ്ജുവാണ് തന്റെ കൂട്ടുകാരോട് ദേഷ്യപ്പെട്ടത്. മരീചിക കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നാണല്ലോ ലക്ഷ്മി പോലീസിനോട് കഥ പറഞ്ഞത്. സത്യത്തിൽ മരീചികയാണ് അവരോട് ദേഷ്യപ്പെട്ടതും. വിവാഹം കഴിക്കാമെന്ന് സഞ്ജുവിനോട് പറഞ്ഞത് മരീചിക എന്നാണല്ലോ ലക്ഷ്മി കഥ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ സഞ്ജുവാണ് മരീചികയെ കല്യാണം കഴിക്കാമെന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് രണ്ടുപേരും അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നതും. എന്നാൽ അതെല്ലാം സഞ്ജുവിന്റെ പ്ലാനാണ്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ലക്ഷ്മി ആ ഒരു വിവരം മരീചികയെ അറിയിക്കുകയുണ്ടായി. മരീചികയ്ക്ക് ആകെ ടെൻഷൻ. മരീചിക ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് മനസ്സിലാക്കിയ സഞ്ജു അവളെയും കൂട്ടി സിംഗപ്പൂരിലേക്ക് ഹണിമൂണിന് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും. എന്നാൽ സഞ്ജുവിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. പോകുന്ന വഴിയിൽ വെച്ച് സഞ്ജുവിന്റെ കൂട്ടുകാർ അവനെ ഫോളോ ചെയ്തുണ്ടായിരുന്നു. മരീചികയെ അവർക്ക് വിട്ടു നൽകണമെന്ന് കൂട്ടുകാർ പറയുന്ന സമയത്ത് അവരോട് ദേഷ്യപ്പെടുന്നത് പോലെ സഞ്ജു പെരുമാറുകയും എന്നാൽ അവർക്കടുത്തെത്തുമ്പോഴോ സഞ്ജുവിന്റെ സ്വഭാവം മാറുന്നു. മരീചികയ്ക്ക് നേരെ തിരിയുകയാണ് സഞ്ജു. എന്നിട്ട് മുദ്രപത്രം എടുത്ത് കൊടുത്തിട്ട് അതിൽ ഒപ്പിട്ട് തരുവാനായിട്ടും മരീചികയോട് ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് ഒക്കെ നടക്കും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മി. ഒരു ഘട്ടത്തിൽ സഞ്ജു മരീചികയെ പിടിച്ചു തള്ളുന്നു. അത് കാണുന്ന ലക്ഷ്മി ഓടി വരികയും മരീചികയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മരീചിക എഴുന്നേൽക്കുന്നില്ല. കാരണം അവൾ മരണപ്പെട്ടു പോയി. അത് മനസ്സിലാക്കിയ സഞ്ജുവിന്റെ കൂട്ടുകാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അയ്യോ, മരീചിക മരിച്ചുപോയാൽ തന്നെ പോലീസ് പിടിക്കുമല്ലോ എന്ന ടെൻഷനായിരുന്നു സഞ്ജുവിന്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ലക്ഷ്മി മറ്റൊരു ബുദ്ധി പ്രയോഗിക്കുന്നത്. ലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതലേ സഞ്ജുവിനെ ഇഷ്ടമാണല്ലോ. എങ്ങനെയെങ്കിലും സഞ്ജുവും മരീചികയും ബ്രേക്കപ്പ് ആകുന്ന സമയം അതിനിടയിൽ കൂടി സഞ്ജുവിനെ പ്രണയിക്കണമെന്നാണ് ലക്ഷ്മിയുടെ പ്ലാൻ. ലക്ഷ്മി പറയുന്നത്, ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു തരാം. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകണം. കാരണം മരീചികയുടെ ഡെഡ് ബോഡി ആരും അറിയാതെ ഞാൻ മറവ് ചെയ്യാം. പകരം നീ എന്നെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു ലക്ഷ്മിയുടെ ഡിമാൻഡ്. സഞ്ജു അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ലക്ഷ്മി മരീചികയുടെ ബോഡിയുമായിട്ട് കൊടും കാട്ടിലേക്ക് പോകുന്നു. ക്രൂര മൃഗങ്ങളൊക്കെ വിളയാടുന്ന സ്ഥലമാണത്. അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. എന്നിട്ടാണ് ഇപ്പോഴുള്ള കള്ളക്കഥകളെല്ലാം അവൾ പറഞ്ഞത്. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ലക്ഷ്മിയും സഞ്ജുവും ചേർന്ന് ആ ഒരു കള്ളക്കഥ വിശ്വസിപ്പിച്ചു. അവൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും വരുത്തി തീർക്കുകയും ചെയ്യുകയാണ്. മരീചിക എന്നൊരു പെൺകുട്ടിയേ ഇല്ല എന്നും അങ്ങനെ ഒരു പെൺകുട്ടി നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നും അവർ തെളിയിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ കാര്യങ്ങളെല്ലാം ലക്ഷ്മി പറയുമ്പോൾ മതി മതി, എനിക്ക് അതെല്ലാം ഓർമ്മയുണ്ട്, നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് സഞ്ജു പോകുവാനായി ഒരുങ്ങുന്നു. കാറിൽ കയറിയിരിക്കുന്ന സമയം കാറിന്റെ പിൻ സീറ്റിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു.
സഞ്ജു തിരിഞ്ഞു നോക്കുമ്പോഴോ മരണപ്പെട്ടു പോയ മരീചികയുടെ പ്രേതം. ഉടനെ തന്നെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് സഞ്ജു ഓടി ലക്ഷ്മിക്കടുത്തേക്ക് വരും. എന്താ എന്താ പറ്റിയതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ആ മരീചികയുടെ പ്രേതം വണ്ടിയുടെ പിൻ സീറ്റിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് സഞ്ജു. അതേ സമയമായിരുന്നു കുറച്ച് പോലീസുകാർ അതുവഴി വരുന്നത്. എന്താ എന്ത് പറ്റി, എന്തിനാ നിങ്ങൾ ഓടുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, സാറേ, ആ മരിച്ചുപോയ മരീചികയുടെ പ്രേതം വണ്ടിയുടെ പിന്നിലിരിക്കുന്നുവെന്ന് അവൻ പറയാൻ തുടങ്ങുന്ന സമയം തന്നെ എന്തോ അറിയാൻ വയ്യ, സാറൊന്ന് വന്ന് നോക്കിക്കയെന്ന് ലക്ഷ്മി വിഷയം മാറ്റുന്നു. പോലീസുകാർ വന്ന് നോക്കുന്ന സമയത്ത് കാറിന്റെ പിന്നിലോ മുന്നിലോ ആരും തന്നെയില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് രണ്ടാളെയും വണ്ടി കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മിയെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് സഞ്ജു നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു. സഞ്ജു എത്ര തന്നെ ഉറങ്ങുവാനായി ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേ സമയമായിരുന്നു ലക്ഷ്മിയുടെ കോള് വരുന്നത്. എന്താടാ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ? മരീചികയുടെ പ്രേതത്തിനെ കുറിച്ച് ആലോചിക്കുകയാണോ? എങ്കിൽ ഞാൻ നിനക്ക് കമ്പനി തരാൻ വരട്ടെ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് പോയേ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് സഞ്ജു കോള് കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ സഞ്ജു കാറുമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയം റോഡിന്റെ നടുവിലായിട്ട് മരീചികയുടെ പ്രേതം നിൽക്കുന്നു. അത് കണ്ട് പേടിച്ച സഞ്ജു കാറ് വെട്ടിക്കുകയും പാലത്തിൽ നിന്നും താഴേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിലത് സഞ്ജുവിന്റെ സ്വപ്നമായിരുന്നു. അവൻ അന്ന് രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ട് താഴെ ഫ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോഴോ അവന്റെ സോഫയ്ക്കരികിലായിട്ട് മരീചികയുടെ പ്രേതമിരിക്കുന്നു. അത് കണ്ട് പേടിച്ച സഞ്ജു നിലവിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടും. സഞ്ജു അന്നേ ദിവസം രാത്രി അനുഭവിച്ച കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം ലക്ഷ്മിയെ കോഫി ഷോപ്പിൽ വെച്ച് കാണുമ്പോൾ അവളോട് തുറന്നു പറയുന്നു. നിന്റെ തോന്നല ഇതൊക്കെ, നിനക്ക് മാനസികമായിട്ട് എന്തോ ടെൻഷനുണ്ട്, അതാ ഇങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് പോകുന്നു. അതേ സമയമായിരുന്നു അതേ കോഫി ഷോപ്പിൽ ഒരു വശത്ത് മരീചിക നിൽക്കുന്നതായിട്ട് സഞ്ജു കാണുന്നു. സഞ്ജു അവൾക്കടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അടുത്തു കൂടി ഒരു ബൈക്ക് പോകുന്നതും ഭാഗ്യത്തിനാണ് സഞ്ജു രക്ഷപ്പെട്ടതും. ഇത് കാണുന്ന ലക്ഷ്മി അവനടുത്തേക്ക് ഓടി വരുന്നു. എന്താടാ, എന്താ പറ്റിയത്, എന്താ നിനക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, ദേ, ആ മരീചികയെ ഞാൻ കണ്ടു, അവളിവിടെ ഉണ്ടായിരുന്നുവെന്നും സഞ്ജു പറയുന്നു. അതെല്ലാം നിന്റെ തോന്നലാടാ എന്ന് ലക്ഷ്മി പറയുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നീ അനുഭവിക്കുമ്പോൾ മാത്രമേ നിനക്ക് മനസ്സിലാവൂ, അന്ന് മാത്രമേ നീ വിശ്വസിക്കൂ എന്നും സഞ്ജു പറഞ്ഞിട്ട് പോകും. അടുത്ത ദിവസം ലക്ഷ്മി സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങുവാനായി പോകുന്ന സമയത്ത് അവിടെ വെച്ചവൾ മരീചികയെ കാണുന്നു. വെള്ള വേഷമൊക്കെ ധരിച്ച് മരീചിക നടന്നു പോവുകയാണ്. പേടിച്ച് ലക്ഷ്മി സഞ്ജുവിനെ കോൾ ചെയ്തിട്ട്, എടാ, ഞാൻ ആ മരീചികയെ കണ്ടു, നീയല്ലേ അവളെ കൊന്നത്, പക്ഷേ ഇവിടെ വെച്ച് ഞാൻ അവളെ കണ്ടുവെന്നും ലക്ഷ്മി പറയുമ്പോഴോ ലക്ഷ്മിയുടെ മുന്നിലേക്ക് വന്ന മരീചിക, ലക്ഷ്മി, ഇപ്പോൾ എന്ത് മാറ്റമാ, നീ ഇപ്പോൾ ആകെ മാറിപ്പോയല്ലോ എന്നും പറയും. അത് കേട്ട് പേടിച്ച ലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സഞ്ജു ലക്ഷ്മി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് മരീചിക വരുന്നത്. സഞ്ജുവിന് നല്ല തലവേദനയുണ്ട്, നീ ഈ ഐസ് കട്ടെടുത്ത് ഒന്ന് തലയിൽ തേച്ചു നോക്ക്, അപ്പോൾ മാറും സഞ്ജുവെന്ന് പറഞ്ഞ് മരീചിക അടുത്തേക്ക് വരുന്നു. അത് കണ്ട് പേടിച്ച സഞ്ജു ലക്ഷ്മിയും രണ്ട് മൂലകളിലായിട്ട് ചെന്ന് നിൽക്കുകയാണ്. എന്താ സഞ്ജു, നീ എന്നെ മറന്നുപോയോ? നീ ഇപ്പോൾ ലക്ഷ്മിക്കൊപ്പമാണോ? നീ എന്നെയല്ലേ വിവാഹം കഴിച്ചത്, ഞാനല്ലേ നിന്റെ ഭാര്യ, പിന്നെ നിനക്കെങ്ങനെ ലക്ഷ്മിയോടൊപ്പം ജീവിക്കുവാൻ തോന്നുന്നു എന്നൊക്കെ മരീചിക ചോദിക്കുന്നു. മാത്രമല്ല, മരീചിക്കയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് സഞ്ജുവിന്റെ തലയിലടിക്കുകയാണ്. അത് കണ്ട് പേടിച്ചതും ലക്ഷ്മി അവിടെ നിന്നിറങ്ങി ഓടി നേരെ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു. സാർ, ആ മരീചിക എന്റെ കാമുകനായ സഞ്ജുവിനെ കൊന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മി വല്ലാതെ ബഹളം വെക്കുന്നു. അല്ല, നീ ആരാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോഴാണ് കോൺസ്റ്റബിൾ പറയുന്നത്, 6 മാസം മുൻപ് ഒരു പെൺകുട്ടി വന്നില്ലേ, മരീചിക അവളുടെ കാമുകനെ കൊന്നു എന്ന് പറഞ്ഞ്, അതേ പെൺകുട്ടി തന്നെയാണെന്നുള്ള കാര്യം കോൺസ്റ്റബിൾ പറയുന്നു. മരീചികയുടെ ആ ഒരു പ്രശ്നത്തോടു കൂടി ലക്ഷ്മിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കരുതിയല്ലേ അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചത്. ഇപ്പോൾ അവൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ അവൾ നേരെ ആയില്ല എന്നാണ് പോലീസ് ഇൻസ്പെക്ടർ കരുതുന്നതും. എന്താ നടന്നതെന്ന് പോലീസ് ഇൻസ്പെക്ടർ ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതേ സമയമായിരുന്നു അവിടേക്ക് മരീചിക നടന്നു വരുന്നത്, അതും വെള്ള ചുരിദാറൊക്കെ ധരിച്ച്. അല്ല, ഈ പെൺകുട്ടി മരിച്ചെന്നല്ലേ നീ പറഞ്ഞത്, ദേ അവൾ നടന്നു വരുന്നുവെന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അത് കണ്ടതും ലക്ഷ്മി പേടിച്ചു പോവുകയാണ്. സാർ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ മരീചിക, എന്റെ വസ്തുവൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു പോകും. എന്റെ ഫ്രണ്ടായിട്ടുള്ള ലക്ഷ്മിക്ക് എന്നെ ഓർമ്മയില്ല, അവൾ എന്നെ കണ്ടിട്ട് പേടിച്ചോടുന്നു,
അതുകൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ച് അവളുടെ പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതെന്നും മരീചിക പറയുന്നു. സഞ്ജുവിനെ മരീചിക കൊന്നുവെന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശ്വാസമാകാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കോൺസ്റ്റബിളിനെ സഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും പറഞ്ഞുവിടുന്നു. സഞ്ജുവിന്റെ ബേക്കറി കടയിൽ ചെന്ന് നോക്കുമ്പോഴാണ് 2 വർഷമായിട്ട് ആ ബേക്കറി കട അടഞ്ഞു കിടക്കുകയാണെന്നും അവിടെ ഇപ്പോൾ കച്ചവടമോ ഒന്നും തന്നെ ഇല്ല എന്നും 2 വർഷം മുൻപ് സഞ്ജു മരണപ്പെട്ടു പോയി എന്നും അടുത്തുള്ള ഒരു ടൈലർ പറയുന്നത്. ടൈലറിനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അതെല്ലാം കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആകെ കൺഫ്യൂഷൻ. 6 മാസം മുൻപല്ലേ സഞ്ജുവിനോടൊപ്പം ഞാൻ ലക്ഷ്മിയെ പറഞ്ഞു വിട്ടത്, അവനെ ഞാൻ കണ്ടതാണല്ലോ എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇനി സഞ്ജു എന്ന പേരിൽ മറ്റാരെങ്കിലും വന്നതാണോ എന്നൊക്കെയുള്ള ടെൻഷൻ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാകുന്നു. സഞ്ജുവിന്റെ ഫാം ഹൗസിൽ വെച്ച് മരീചിക സഞ്ജുവിനെ കൊന്നുവെന്ന് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് തന്നെ അത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഫാം ഹൗസിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ സഞ്ജുവിന്റെ ഡെഡ് ബോഡിയോ അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നതിന്റെ സൂചനയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാത്രവുമല്ല ടൈലർ ഒരു കാര്യം കൂടി പറയുന്നു. 2 വർഷം മുൻപ് സഞ്ജു മരിച്ചെങ്കിലും സഞ്ജുവിന്റെ ആത്മാവിനെ പലരും കണ്ടിട്ടുണ്ട്. പലരുടെ മുന്നിലും സഞ്ജുവിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ആരും പേടിച്ച പരിസരത്ത് പോലും വരാറില്ല എന്നും ടൈലർ പറയുന്നു. അല്ല, നീയല്ലേ സഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പോയത്? സഞ്ജുവിനെ ബേക്കറി കടയിൽ പോയാണോ നീ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ, അല്ല, വഴിയിൽ വെച്ചാണ് ഞാൻ കണ്ടത്, അവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നും കോൺസ്റ്റബിൾ പറയുന്നു. പോലീസുകാർക്ക് ആകെ ടെൻഷനും കൺഫ്യൂഷനുമായി. അതേ സമയമായിരുന്നു ഭ്രാന്തിയെ പോലെ ഇരുന്ന് കരയുന്ന ലക്ഷ്മിയെ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നതും. ലക്ഷ്മിക്ക് മാനസിക നില തെറ്റിയെന്നത് മനസ്സിലാക്കി ലക്ഷ്മി അങ്ങ് പെർമനന്റ് ആയിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. മരീചിക വന്ന കാര്യവും കൃത്യമായിട്ട് നടത്തി വസ്തുക്കളും വിറ്റതിനു ശേഷം അമേരിക്കയിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരച്ഛൻ തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുവാനായും എത്തുകയാണ്. ആ പെൺകുട്ടിയെ ഈ സഞ്ജു സൈറ്റ് അടിച്ചിരുന്നുവെന്നും അവളുടെ പിന്നാലെ ഇവൻ നടക്കുമായിരുന്നുവെന്നും അച്ഛൻ പറയുന്നുണ്ട്. മാത്രവുമല്ല, സഞ്ജു 2 വർഷം മുൻപാണ് മരിച്ചു പോയതെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് സഞ്ജു തന്റെ മകളുടെ പിന്നാലെ നടക്കുമായിരുന്നുവെന്നും അവളെ സൈറ്റ് അടിക്കുമായിരുന്നുവെന്നും അവനൊപ്പമാണോ തന്റെ മകൾ പോയതെന്ന സംശയവും അച്ഛൻ പറയുന്നു. അത് കേട്ടതോടുകൂടി പോലീസുകാർക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. കാരണം 2 വർഷം മുൻപാണ് സഞ്ജു മരിച്ചതെന്നല്ലേ പറഞ്ഞത്. എന്നാലിപ്പോൾ ദേ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നു 6-7 മാസങ്ങൾക്ക് മുൻപെന്ന്. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും തീരുമാനിക്കും. അപ്പോഴാണ് കുറച്ചു കാര്യങ്ങൾ ചുരുളഴിയുന്നത്. എന്തെന്നാൽ സഞ്ജു യഥാർത്ഥത്തിൽ മരിച്ചത് 2 വർഷം മുൻപ് ഒന്നുമല്ല. മരീചിക മരണപ്പെട്ടിട്ടുമില്ല. അന്ന് സഞ്ജുവും ലക്ഷ്മിയും ചേർന്ന് മരീചികയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കാട്ടിൽ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത്. പക്ഷെ അവിടെ നിന്നും കാട്ടിൽ താമസിക്കുന്നവർക്ക് മരീചികയെ കിട്ടുകയുണ്ടായി. അവർ കൊണ്ടുവന്ന് മരീചികയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. അതോടുകൂടി അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പോഴാണ് താൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിരുന്ന സഞ്ജു തന്നെ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ മരീചിക അവനോട് പ്രതികാരം വീട്ടണമെന്നും തീരുമാനിക്കും. അതിനായിട്ടാണ് അവൾ പ്രേതത്തെ പോലെ അവര് മുന്നിൽ വന്ന് അഭിനയിച്ചതും ലക്ഷ്മിക്ക് മുന്നിൽ വന്നതും. യഥാർത്ഥത്തിൽ അവൾ പ്രേതമൊന്നുമല്ല, മനുഷ്യൻ തന്നെയാണ്. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനും കാശൊക്കെ കൊടുത്ത് അതെല്ലാം വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം സെറ്റാക്കിയിരുന്നു. ഗസ്റ്റ് ഹൗസിൽ സഞ്ജുവിന് മുന്നിലേക്ക് വന്ന മരീചിക ഗ്ലാസ് പ്ലേറ്റ് കൊണ്ട് സഞ്ജുവിന്റെ തലക്കടിച്ചു. അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ലക്ഷ്മി അവിടെ നിന്നും പേടിച്ച് ഓടിയ ഗ്യാപ്പിൽ സഞ്ജുവിന്റെ ഡെഡ് ബോഡി അവൻ ഏത് കാട്ടിലാണോ മരീചികയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് അതേ കാട്ടിൽ തന്നെ സഞ്ജുവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മരീചിക പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്തു. ലക്ഷ്മി പറയുന്നതൊന്നും ആരും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈലറിനും അടുത്തുള്ള ആളുകൾക്കുമൊക്കെ കാശ് കൊടുത്തിട്ട് സഞ്ജു 2 വർഷം മുൻപ് മരണപ്പെട്ടു പോയി എന്നവൾ വരുത്തി തീർത്തു. അങ്ങനെയാണെങ്കിൽ മാനസിക പ്രശ്നമുള്ള ലക്ഷ്മിക്ക് വീണ്ടും മാനസിക പ്രശ്നമാണെന്ന് എല്ലാവരും കരുതുമല്ലോ. മരീചികയെക്കുറിച്ച് ആദ്യം അവൾ കള്ളമാണല്ലോ പറഞ്ഞിരുന്നത് ലക്ഷ്മി അന്നും മാനസിക പ്രശ്നമെന്നാണ് എല്ലാവരും വിലയിരുത്തിയത്. അതുപോലെ വീണ്ടും അവൾ ഭ്രാന്തിയാക്കപ്പെടുത്തിയത് ഈ മരീചിക തന്നെയാണ്. തന്നെ ചതിച്ച കാമുകനെ കൊലപ്പെടുത്തി കൂടെ നിന്ന് ചതിച്ച കൂട്ടുകാരിയെ പെർമനന്റ് ആയിട്ട് മാനസിക രോഗിയാക്കി മാറ്റി. താൻ വന്ന കാര്യം കൃത്യമാക്കി ചെയ്തതിനു ശേഷം മരീചിക അവിടെ നിന്നും അമേരിക്കയിലേക്കും പോയി. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായല്ലോ. പക്ഷേ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാ? തെളിവുകളൊന്നുമില്ല. മാത്രവുമല്ല മരീചിക തിരിച്ചു പോയിട്ടുമുണ്ട്. പോലീസിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇത് കുറച്ച് കൺഫ്യൂഷൻ വരുത്തുന്ന കഥയാണ്. എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.